ഇനി യൂറോപ്യൻ ജനത നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതിന്റെ വിശദാംശങ്ങളുമായി ടി.ജി. സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് യൂറോപ്യൻ ജനത മുന്നോട്ട് പോകുന്നത്. എന്താണ് അവർ നേരിടുന്ന വലിയ വെല്ലുവിളികൾ? പോലെ തന്നെയാണ് യൂറോപ്പ് എന്നത് ഒരു ശൈത്യകാല രാജ്യം. നമ്മൾ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിനെ കാണുന്നത് പലപ്പോഴും ശൈത്യകാല രാജ്യം, അവിടുത്തെ സുഖകരമായ കാലാവസ്ഥ, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ്. പക്ഷേ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു വരുന്നു എന്നതാണ് സാഹചര്യം. ഇനി ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ചൂടിൻ്റെ കണക്ക് നോക്കുമ്പോൾ 40 ഡിഗ്രിയോ അതിന് മുകളിലുള്ള കണക്കാണ്. പലപ്പോഴും കടുത്ത വേനൽക്കാലത്ത് കേരളത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥ മാത്രമല്ലേ ഇത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് യൂറോപ്പിനെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നതിന് കാരണം ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമെന്നത് മുന്നിൽ കണ്ടുള്ള ഒരു തയ്യാറെടുപ്പുകളും ആ രാജ്യത്തെ സംവിധാനങ്ങൾക്കുണ്ടായിരുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങളുടെ സംവിധാനങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നതാണ് ഇത് ഏറ്റവും രൂക്ഷമാവുന്നതിന് കാരണം. സാധാരണ നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഈ ചൂട് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ വീണ്ടും ഉയർന്ന് അനുഭവപ്പെടുന്നു എന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, എയർ കണ്ടീഷണറുകൾ. നമുക്കറിയാം, ചൂട് കാലാവസ്ഥയെ നേരിടാൻ ഇന്ത്യയിലടക്കമുള്ള പലയിടങ്ങളിലും ഓഫീസുകളിൽ അല്ലെങ്കിൽ വീടുകളിലൊക്കെ എയർ കണ്ടീഷണർ സാന്നിധ്യങ്ങളുണ്ട്. പക്ഷേ ഇവിടങ്ങളിൽ എയർ കണ്ടീഷണറുകളുടെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം തയ്യാറെടുപ്പുകളില്ലാത്തതും ഒരേ സമയം പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട് എന്ന അവസ്ഥയുണ്ട്. മറ്റൊരു കാര്യം, വീടുകളുടെ നിർമ്മാണം, അവിടുത്തെ പരിസ്ഥിതിയും വീടുകളുടെ നിർമ്മാണവും ഒക്കെ ചൂട് കാലാവസ്ഥയെ നേരിടുന്നതിന് വേണ്ടി ആയിരുന്നില്ല. പക്ഷേ ഈ ചൂട് അനിയന്ത്രിതമായി വരുന്നതോടുകൂടി മതിയായ വിൻഡോകളില്ല, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതോടുകൂടി സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ കേരളത്തിൽ പോലും അതിചൂട് കാലത്ത് പകൽ ചൂടിനേക്കാൾ രാത്രി വെളുപ്പിനെ കാലാവസ്ഥ മാറ്റമുണ്ടാവുകയും ഒരു ആശ്വാസം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ചൂട് അനുഭവപ്പെടുന്നു എന്നതാണ് ഈ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമാക്കുന്ന കാര്യങ്ങൾ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ ലോകാരോഗ്യ സംഘടന പുറത്തുവരുന്ന കണക്ക് പ്രകാരം മരിച്ചവരുടെ എണ്ണം ആയിരക്കണക്കിനാണ് ഈ ചൂടും അനുബന്ധ പ്രശ്നങ്ങളും മൂലം എന്നതാണ് സാഹചര്യം. മറ്റൊന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ വയോജനങ്ങളുടെ ജനസംഖ്യ ഏറെയാണ്. അപ്പോൾ ഈ വയോജനങ്ങളെ ഏറ്റവും ഗുരുതരമായി ആ സാഹചര്യങ്ങൾ ബാധിക്കുന്നു എന്ന അവസ്ഥയാണ്. ഗതാഗത സംവിധാനങ്ങൾ, റെയിൽ പാളം പോലും ചൂട് കൂടി വളഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര കണ്ട് രൂക്ഷമായ പ്രതിസന്ധി എന്നതാണ് സാഹചര്യം. ശരി, ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.